ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ എന്താണെന്നും വൾണറബിലിറ്റി എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഞാൻ എക്സ്പ്ലോയിറ്റേഷൻ്റെ സെഷൻ പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞിരുന്നു മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച്. ഈ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്നാൽ ഒരു റൂബി ബേസ്ഡ് പെൻ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 1000-ലധികം എക്സ്പ്ലോയിറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ടാർഗറ്റിനെ അതിൻ്റെ വൾണറബിലിറ്റിയെ എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പവർഫുൾ ആയ ഒരു ടൂളാണ് ഈ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ബട്ട് എക്സ്പ്ലോയിറ്റ് മാത്രമല്ല ഈ ഇതിൽ ഓഫർ ചെയ്യുന്നത്. ഇതിന് 7 മൊഡ്യൂളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ബാക്കി 6 എന്ന് പറയുന്നത് പേലോഡ്സ് വരുന്നുണ്ട്, ഓക്സിലറി മൊഡ്യൂൾസ് വരുന്നുണ്ട്, നോബ്സ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ഇവേഷൻ വരുന്നുണ്ട്, പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്, അതേപോലെ എൻകോഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണെന്ന് അറിയില്ല എങ്കിൽ പേടിക്കേണ്ട, നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ മെറ്റസ്പ്ലോയിറ്റിൻ്റെ ഡയറക്ടറിയിലേക്ക് പോകാം. അപ്പോൾ ആ ഡയറക്ടറിയിലേക്ക് പോകാനുള്ള കമാൻഡാണ് cd/user/share/മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്ന ഡയറക്ടറിയാണ്. മെറ്റ ടൈപ്പ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുള്ളത് ആ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്ന ഡയറക്ടറിക്കുള്ളിലാണ്. ഇവിടെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഫയൽസ് കാണാം, എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് കാണാം. ഇവിടെ ഈ MSF കൺസോൾ എന്ന് പറയുന്നതാണ് ഈ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇത് യൂസ് ചെയ്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. MSF കൺസോൾ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്ന ടൂൾ സ്റ്റാർട്ട് ആവും. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫയലാണ് ഈ MSF വെനം എന്ന് പറയുന്നത്. ഇത് ഒരു ടൂളാണ് മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ വരുന്നത്. നമുക്ക് പേലോഡ്, ഓരോ വൾണറബിലിറ്റിക്കും അനുസരിച്ചുള്ള പേലോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഈ MSF വെനം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ അപ്കമിങ് വീഡിയോസ് നോക്കും. നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ മൊഡ്യൂൾസ് എന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിൽ പ്രധാനമായിട്ടും 7 മൊഡ്യൂൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾസ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിലേക്ക് പോകാം. അതിനാണ് ചെയ്യേണ്ടത് cd മൊഡ്യൂൾസ്. ഓക്കെ, നമ്മൾ അതിനുള്ളിൽ നിൽക്കുകയാണ്. നമുക്ക് LS കൊടുത്ത് നോക്കിയാൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ 7 മൊഡ്യൂൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്സിലറി, എൻകോഡേഴ്സ്, ഇവേഷൻ, എക്സ്പ്ലോയിറ്റ്സ്, നോബ്സ്, പേലോഡ്സ് ആൻഡ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 7 മൊഡ്യൂളുകൾ. നമുക്കിതിൽ ലേശം പരിചയമുള്ളത് എക്സ്പ്ലോയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പ്ലോയിറ്റ്സ് തന്നെ ഒന്ന് പോയി നോക്കാം. cd എക്സ്പ്ലോയിറ്റ്സ് പോയി നോക്കാം. ഓക്കെ, ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്നത് കാണാം. ധാരാളം കാണാം, കണ്ടോ? ഫയർഫോക്സ്, ഫ്രീ, BSD, ലിനക്സ്. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ നമുക്ക് വിൻഡോസ് കാണാം, യുണിക്സ് കാണാം, ലിനക്സ്, അതെല്ലാം ഉള്ള എക്സ്പ്ലോയിറ്റ്സ് കാറ്റഗറി വൈസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. കാണാം, ഇപ്പോൾ ഫയർഫോക്സിൻ്റെ എക്സ്പ്ലോയിറ്റ് എല്ലാം ഈ ഒരു ഡയറക്ടറിക്കുള്ളിലുണ്ട്, ലിനക്സിൻ്റെ എക്സ്പ്ലോയിറ്റ് എല്ലാം ഈ ഒരു ഡയറക്ടറിക്കുള്ളിൽ, വിൻഡോസിൻ്റെ എല്ലാം ഇതിനകത്ത്, അങ്ങനെ കാറ്റഗറി വൈസ് തിരിച്ചിരിക്കുകയാണ്. നമുക്കിതിൽ വിൻഡോസ് പോയി നോക്കാം. cd വിൻഡോസ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് LS കൊടുത്ത് നോക്കിയാലോ. ഇവിടെയും പിന്നെയും കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആന്റി വൈറസ് ബൈപ്പാസ് ചെയ്യാനുള്ള എക്സ്പ്ലോയിറ്റ്, ബാക്ക് ഡോർ, ബ്രൗസർ, ഫയർവാൾ, FTP, അങ്ങനെ പലതരത്തിലുള്ള വിൻഡോസിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എക്സ്പ്ലോയിറ്റ്സ് എല്ലാം തന്നെ കാറ്റഗറി വൈസ് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഓക്കെ HTTP കാണാം. നമുക്ക് HTTP പോയി നോക്കിയാലോ. cd HTTP. ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഫയൽസ് തന്നെ കിട്ടുന്നുണ്ട്, കണ്ടോ? ഇതെല്ലാം ഫയൽസ് മീൻസ് എക്സ്പ്ലോയിറ്റ്സ് ആണ്. HTTPയുടെ കീഴെ വരുന്ന വൾണറബിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കുന്ന വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിവുള്ള എക്സ്പ്ലോയിറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം .rb. ഈ .rb എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു. .rb എന്നാൽ ആ എക്സ്പ്ലോയിറ്റ് കോഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് റൂബി ലാംഗ്വേജിലാണ് എക്സ്പ്ലോയിറ്റ് കോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് .rb എന്ന എക്സെഷൻ വരുന്നത്. അത് പൈത്തൺ ആയിരുന്നെങ്കിൽ .py എന്ന് വന്നേനെ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. നമുക്കറിയാം, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ഒന്ന് അനലൈസ് നോക്കാം. ഞാൻ നാനോ കൊടുക്കാം. നാനോ ഇതായിരുന്നു ആ എക്സ്പ്ലോയിറ്റ്. നമുക്കിതൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. നമുക്ക് നാനോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാം. നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ പോലെയാണ് നാനോ നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം ദിസ് മൊഡ്യൂൾ റിക്വേഴ്സ് മെറ്റസ്പ്ലോയിറ്റ്. ഇത് മെറ്റസ്പ്ലോയിറ്റിൽ വെച്ചാണ് വർക്ക് ആവുന്നതെന്ന് പറയുന്നുണ്ട്.
അതേപോലെ തന്നെ നിങ്ങൾക്ക് റൂബി ലാംഗ്വേജ് പരിചയമുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് ഈ കോഡ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദിസ് എക്സ്പ്ലോയിറ്റ്സ് എ സ്റ്റാക്ക് ബഫർ ഓവർഫ്ലോ ഇൻ ദി വെബ്സ്റ്റർ HTTP സെർവർ. വെബ്സ്റ്റർ HTTP സെർവറിലെ ഒരു ബഫർ ഓവർഫ്ലോ എന്ന വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് സെർവർ ആൻഡ് സോഴ്സ് കോഡ് വാസ് റിലീസ്ഡ് വിതിൻ ആൻ ആർട്ടിക്കിൾ ഫ്രം ദി മൈക്രോസോഫ്റ്റ് സിസ്റ്റം ജേണൽ ഇൻ ഫെബ്രുവരി 1996. അതായത് 1996 റിലീസായ ഒരു ആർട്ടിക്കിളിൽ വഴിയാണ് ഇത് എക്സ്പ്ലോയിറ്റ്. അപ്പോൾ അത് പറയുന്നത് വളരെ പഴയ, നല്ല പഴയ ഒരു എക്സ്പ്ലോയിറ്റ് ആണിത്. അപ്പോൾ ഇങ്ങനെയാണ് അതാ കാണാം നമുക്കിവിടെ ഇതിന്റെ ഡിസ്ക്ലോസർ ചെയ്ത ഡേറ്റ് 2002 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പർട്ടിക്കുലർ വൾണറബിലിറ്റിയുടെ എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെ കാലി ലിനക്സ് സിസ്റ്റത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു മൊഡ്യൂളിനെ കുറിച്ച് നോക്കാം. നമുക്ക് ബാക്ക് വരാം. CD ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, LS കൊടുത്താൽ ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് നോക്കി. ഇനി നമുക്ക് അടുത്തത് ഓക്സിലറി എന്ന മൊഡ്യൂൾ നോക്കാം. CD ഓക്സിലറി കൊടുക്കാം. ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പ്ലോയിറ്റിന്റെ പോലെ തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്നത് കാണാം. അഡ്മിന്, ബീനാറ്റ്, ക്ലൗഡ്, ഡോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓക്സിലറി മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് പോലെയല്ല. എക്സ്പ്ലോയിറ്റ് നമ്മളൊരു പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്സിലറി ചെയ്യുന്നത് സ്കാനിങ്ങിനും ഫസ്സിങ്ങിനും ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് അങ്ങനെയുള്ള പല പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓക്സിലറി യൂസ് ചെയ്യുന്നത്. ഈ ഓക്സിലറി മൊഡ്യൂൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു പെൻ ടെസ്റ്റിങ്ങിന്റെ ആദ്യത്തെ 2 സ്റ്റേജിലായിരിക്കും. അതായത് ഇൻഫർമേഷൻ ഗ്യാതറിങ്, സ്കാനിങ്, വൾണറബിലിറ്റി അനാലിസിസ് അങ്ങനെയുള്ള സെക്ഷനിലാണ്. എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നമ്മൾ ഈ ഓക്സിലറി മൊഡ്യൂൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫോൾഡറൊക്കെ അനലൈസ് നോക്കാം. ഇത് നമുക്ക് സ്നിഫർ എന്നൊരു ഫോൾഡർ കാണാം. ഓക്കെ, നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. CD സ്നിഫർ കൊടുത്തു കഴിഞ്ഞാൽ LS കൊടുത്ത ഓക്കെ സോറി നമുക്കിവിടെ ഒരേ ഒരു സ്നിഫർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. psniffle.rb. ഇതും കോഡ് ചെയ്തിരിക്കുന്നത് .rb എക്സ്റ്റൻഷനിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സ്നിഫർ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഡയറക്ടറി കൂടെ അനലൈസ് ചെയ്യാം. സ്പൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പൂഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് CD സ്പൂഫ് എന്ന് കൊടുത്ത് നോക്കാം. സോറി, നമ്മൾ സ്നിഫറിനകത്ത് തന്നെ നിൽക്കുകയാണ്. നമുക്ക് വെളി വരണം. CD ഓക്കെ, ഇനിയും കൊടുത്ത് നോക്കാം. CD സ്പൂഫ് LS കൊടുത്താൽ ഓക്കെ, ഇവിടെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതാ കാണാം, സ്പൂഫ് എന്ന ഡയറക്ടറിയിൽ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ARP, സിസ്കോ, DNS, LLMNR. അപ്പോൾ ഇതെല്ലാം വേണ്ടി സ്പൂഫ് ചെയ്യാൻ വേണ്ടിയും ഈ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം സ്പൂഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിലറി നമ്മളൊരു ഡയറക്ടറി, ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം സ്പൂഫ് ചെയ്യാൻ വേണ്ടി ഓൾസോ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിലറി മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മൊഡ്യൂളിൽ നോക്കാം. നമുക്ക് മറ്റൊരു മൊഡ്യൂൾ നോക്കാം. അതാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ പോസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മൊഡ്യൂളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടാർഗറ്റിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽസ്, അപ്പോൾ അതായത് ഇപ്പോൾ അത് ആ യൂസർ കുറച്ച് പാസ്വേഡ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാഷസ് ഒക്കെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ടാർഗറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ സേവ് ആയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൊഡ്യൂളാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ എക്സ്പ്ലോയിറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല ഫോൾഡറായിട്ട്. ഫയർഫോക്സ്, ഹാർഡ്വെയർ, ലിനക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോസ് കാണാം. അപ്പോൾ നമുക്ക് വിൻഡോസിലേക്ക് ഒന്ന് പോയി നോക്കാം. LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്യാപ്ചർ, എസ്കലേറ്റ്, ഗ്യാദർ, മാനേജ്, റെക്കൺ, WLAN എന്ന് പറയുന്നത്. ഈ ഗ്യാദർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് എന്തെങ്കിലും പാസ്വേഡ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ അയാൾ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ഡംപ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മൊഡ്യൂളിലെ ഗ്യാദർ യൂസ് ചെയ്യുന്നത്. എസ്കലേറ്റ് എന്ന് കാണാം. എസ്കലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു നോർമൽ യൂസറിന്റെ പ്രിവിലേജോടെ ആക്സസ് കിട്ടിയിട്ട് ആ ടാർഗറ്റിന്റെ അഡ്മിൻ പ്രിവിലേജ് അല്ലെങ്കിൽ റൂട്ട് പ്രിവിലേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ WLAN എന്ന് കാണാം. WLAN നമുക്കറിയാം, അതായത് ഇപ്പോൾ ആ ടാർഗറ്റ് അയാളുടെ വയർലെസ് നെറ്റ്വർക്കിലേക്ക് ധാരാളം വയർലെസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് എല്ലാം സേവ്ഡ് ആയിരിക്കും. ആ പർട്ടിക്കുലർ പാസ്വേഡ് എല്ലാം നമുക്ക് ഡംപ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു WLAN എന്ന ഫോൾഡർ യൂസ് ചെയ്യാം.
അപ്പോൾ ഇതാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാക്കിയുള്ള ഫോൾഡറൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു മൊഡ്യൂൾ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത മൊഡ്യൂൾ നമ്മൾ നോക്കാൻ പോകുന്നത് പേലോഡ്സ് ആണ്. പേലോഡ്സിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് പഠിച്ചിരുന്നു. നമ്മളൊരു ടാർഗറ്റിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പേലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പേലോഡിനകത്തേക്ക് പോയി നോക്കാം. സി ഡി പേലോഡ്സ്, സി ഡി എൽഎസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 എണ്ണം കാണാൻ സാധിക്കും. അഡാപ്റ്റേഴ്സ് ഉണ്ട്, സിംഗിൾസ് ഉണ്ട്, സ്റ്റേജസ്. ഈ സിംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു പേലോഡ് വഴി എക്സ്പ്ലോയിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു യൂസറിനെ ആ ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സിംഗിൾസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ സിംഗിൾസ് ഉപയോഗിക്കാം. ഈ സ്റ്റേജസ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക്, അതായത് ടാർഗറ്റിനും ടാർഗറ്റിനും അറ്റാക്കറിനും ഇടയ്ക്കുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേജസ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേജസിന്റെ കീഴിൽ തന്നെ വരുന്ന ഒരു കോമ്പോണന്റ് ആണ് ഈ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജസിനുള്ളിലാണ് വരുന്നത് മറ്റേ നമ്മുടെ റിവേഴ്സ് ഷെല്ല്, വെബ് ഷെല്ല്, അങ്ങനെയുള്ള ഷെല്ല്. അതേപോലെ തന്നെ മെറ്റർപ്രെറ്റർ എന്നൊരു ഷെല്ല് കൂടി വരുന്നുണ്ട്. നമ്മൾ ഈ മെറ്റർപ്രെറ്ററിനെ കുറിച്ച് ആദ്യമായിട്ടാണ് പറയുന്നത്. റിവേഴ്സൽ വെബ് ഷെല്ലൊക്കെ നമുക്കൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ മെറ്റർപ്രെറ്ററിന് വളരെയധികം പവർ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റർപ്രെറ്റർ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ആ ടാർഗറ്റിന്റെ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ആ ടാർഗറ്റിന്റെ ഡിവൈസിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വെബ് ക്യാം ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മൗസ് ആ ടാർഗറ്റിന്റെ സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പവർഫുൾ ആയ ഒരു ഷെല്ലാണ് മെറ്റർപ്രെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റേജറിനകത്തേക്ക് പോയി നോക്കാം. സ്റ്റേജേഴ്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെയും കാണാം കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, BSD, ജാവ, ലിനക്സ്, പൈത്തൺ, വിൻഡോസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സ്റ്റേജസ് എന്ന് പറയുന്നത് അറ്റാക്കറിനും ടാർഗറ്റിനും ഇടയിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ CD വിൻഡോസ് പോയി നോക്കാം. LS കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള .RBയിൽ എക്സ്പ്ലോയിറ്റ്സ് കാണാൻ സാധിക്കും. റിവേഴ്സ് ഷെല്ല് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച റിവേഴ്സ് ഷെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പേലോഡ് എന്ന് പറയുന്നത്. നമുക്കൊരു റിവേഴ്സ് ഷെൽ കണക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ വിൻഡോസിലോ, അതിപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയത് വിൻഡോസ് ആണ്. നമുക്കിവിടെ കാണാൻ ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പേലോഡ് എന്ന മൊഡ്യൂൾ യൂസ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസ് കൂടെ നോക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ബാക്കിയുള്ള മൊഡ്യൂൾസ്. നമുക്കിനി നോക്കാം. നമുക്ക് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് കാണാം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻകോഡേഴ്സ് ഉണ്ട്, ഇവേഷൻ ആൻഡ് നോപ്സ് ആണ്. ഈ എൻകോഡർ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഫിഷിംഗ് ചെയ്യുന്ന മെത്തഡ് അല്ലേ, ഒരു പേലോഡ് അയക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടാവും, അവിടെ ഒരു ആന്റിവൈറസ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യില്ലേന്ന്. അപ്പോൾ ഈ ആന്റിവൈറസിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ എൻകോഡർ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പേലോഡ് ഡയറക്റ്റ് അയക്കാതെ നമ്മുടെ പേലോഡ് എൻകോഡ് ചെയ്തുകൊണ്ട് നമ്മൾ ടാർഗറ്റിനെ അയക്കും. അപ്പോൾ അവിടെ ആന്റിവൈറസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് കുറച്ച് ഓൾഡ് ടെക്നിക്കാണ്. ഇപ്പോൾ ഉള്ള ആന്റിവൈറസ് എല്ലാം തന്നെ അത് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മൊഡ്യൂള് വർക്കാവും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അധികം യൂസ് വരില്ല. അതേപോലെ തന്നെയാണ് ഇവേഷൻ എന്ന് പറയുന്നത്. CD ഇവേഷൻ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസ് ഫയർവാളും കാര്യങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന മൊഡ്യൂളാണ് ഇതെന്ന് പറയുന്നത്. LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരേ ഒരു ഡയറക്ടറി മാത്രമേ ഉള്ളൂ, വിൻഡോസ്. അതായത് വിൻഡോസ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവേഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പേലോഡ് വിൻഡോസിന്റെ ഫയർവാൾ ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഇവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് CD വിൻഡോസ് പോയി കഴിഞ്ഞാൽ LS കൊടുത്താൽ നമുക്ക് പലത് കാണാൻ സാധിക്കും. ആപ്പ് ലോക്കർ ഇവേഷൻ, അങ്ങനെ പലത് കാണാൻ സാധിക്കും. പക്ഷേ ഇതും വിൻഡോസ് ഡിഫൻഡറിന്റെ ഒരു ടൈമിൽ ഇത് ബൈപ്പാസ് ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള അപ്ഡേറ്റിൽ അവരത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വലിയ യൂസ് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ഫയർവാൾ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. ഇനി നോക്കാനുള്ളത് നോപ്സ് ആണ്. നോപ്സ് എന്ന് പറഞ്ഞാൽ നോ ഓപ്പറേഷൻ ആണ്. ഈ ഒരു മൊഡ്യൂള് നമ്മുടെ പ്രൊസസ്സറിനോട് പറയുകയാണ് ഒന്നും ചെയ്യണ്ട, ഒരു പ്രോസസ്സും ചെയ്യണ്ട എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് നോപ്സ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പേലോഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ അതിന് കറക്റ്റായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന, പ്രൊസസ്സറിന് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് നോപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതും നമുക്ക് വലിയ യൂസ് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് എക്സ്പ്ലോയിറ്റ്സ്, ഓക്സിലറി, പേലോഡ്സും പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനും. ഇതാണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി 3 ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്നാൽ എന്താണ്, അതിലെ മൊഡ്യൂൾസും കാര്യങ്ങളും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഓരോന്നിനെയും കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്, ടാർഗറ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക് യു, ബൈ.